ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇതേ അമ്പലത്തിൽ പോകണം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആമയുടെ ക്ഷേത്രത്തിലാണ് കേട്ടോ പോണത്. നമ്മൾ മെയിനായിട്ട് പാമ്പിനെ കാണുകയോ പാമ്പിൻ്റെ സ്വപ്നം കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കും കേട്ടോ. അതായത് നൂറും പാലും കഴിക്കുകയും പാൽപ്പായസം കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളതേ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറണം. മനുഷ്യരുടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളപ്പം നോക്കി ഇങ്ങനെ പോവുകയാണ് ഉള്ളിലേക്ക്. അവിടെ സദ്യ നടക്കുന്നുണ്ട്. ഇനി അത് തീർന്നു പോകുമോ ആവോ എന്തോ എന്നൊക്കെ ഞാൻ ആലോചിക്കുക കേട്ടോ. പിന്നെ നമ്മളിതേ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കടെ സർപ്പപ്പാട്ട് പാടുന്നുണ്ട് കേട്ടോ. കേട്ടിരിക്കാൻ നല്ല ദിവസമാണ് കേട്ടോ. അവരുടെ ആ ഒരു എന്താണ് ശൈലി കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നിട്ടോ. നമ്മുടെ പെരുന്നാളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കുമാണ് വഴിപാട് കഴിക്കണത്. അപ്പം ഞാനും ജാനിക്കുട്ടിയും കൂടി എന്നാൽ പിന്നെ നമുക്കത് കേൾക്കാമെന്നും പറഞ്ഞ് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നിട്ടോ. പക്ഷേ ജൂവിൻ്റെ നിപ്പ് നോക്കിയേ, ജൂ കഴുത്തേലിട്ടേക്കണ മാല കണ്ടോ, നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് ജൂ എടുത്തിട്ടേക്കണേണ്. അത് ഊരിയൊക്കെ സമ്മതിക്കണേ ഇല്ല കേട്ടോ. വെറുതെ കിടന്ന് ബഹളം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല കേട്ടോ. ജാനൊക്കെ ആണെങ്കിൽ അപ്പോൾ സെൽഫി എടുക്കണം. സെൽഫിയിലല്ല, സാധാ ഫോട്ടോ എടുക്കണം. അങ്ങനെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. ജാനൊക്കെ പട്ടോടയൊക്കെ ഇട്ട് അമ്പലത്തിൽ വരാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അതായത് ലിപ്സ്റ്റിക്ക് അടിച്ച് മറ്റേ മുല്ലപ്പൂവൊക്കെ വെച്ച് അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് മുല്ലപ്പൂ കിട്ടിയില്ല. ഞങ്ങൾ വന്നത് നടക്കാൻ വഴിയായിപ്പോയി. അപ്പം മുല്ലപ്പൂ മേടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇതേ മനുഷ്യട്ടൻ വന്ന് ഉള്ളിലേക്ക് കയറി തൊഴാൻ പോവാട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ. അത് വീഡിയോ ഇടാത്ത മെയിൻ കാര്യം, എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോൺ കുഞ്ഞാവ എന്താണ് ഇങ്ങനെ കുറുക്കൊക്കെ ആക്കിയും അതുപോലെ തന്നെ എറിഞ്ഞും പൊട്ടിച്ചൊക്കെ നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് എല്ലാ വീഡിയോ എടുക്കണമെങ്കിലും ഞാൻ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യണം, മനുഷ്യൻ്റെ ഫോൺ മേടിക്കാൻ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ അടുത്ത കോൾ വരും. അപ്പോൾ ആ ഫോണും കൊണ്ട് പോകും. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ എനിക്ക് ജൂ ഉണ്ടായ പിന്നെ ജൂ ഭയങ്കര കുസൃതിയുമാണ്. അപ്പോൾ ഒരു കണ്ണ് തെറ്റാൻ പാടില്ലാത്ത അവസ്ഥയായി. ഇപ്പം പിന്നെയും ഇച്ചിരി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചീത്തയൊക്കെ വഴക്കൊക്കെ പറഞ്ഞ് 50 രൂപ പറയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നേരത്തൊന്നും എനിക്ക് ഒട്ടും പറ്റില്ല. നമുക്ക് ചീത്ത എന്താണ് ചിരിക്കണ എന്താണ് അവർക്കതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അതൊക്കെ കൊണ്ടായിരുന്നു ഞാൻ പിന്നെ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഭയങ്കര മടിയുമായിരുന്നു. ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് ഇവരെ രണ്ടുപേരും നോക്കണത്. കാരണം മനുഷ്യട്ടൻ വർക്കിന് പോകും, ചില സമയം ഉണ്ടാവില്ല. പിന്നെ ഇവരെ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്യണം, പഠിപ്പിക്കണം ജാനേന. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, വീഡിയോ എല്ലാവരും മുഴുവനും കാണണം. അങ്ങനെയൊക്കെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളിതേ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ തൊഴുത് ഇതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അതിൻ്റെ എന്താണ് കളറ് മാറി കിടക്കണേന്ന് എനിക്കറിയാൻ പാടില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല കേട്ടോ. ഞങ്ങളിത് അതൊക്കെ നോക്കിയൊക്കെ നിൽക്കണേണ്. അപ്പോൾ മനുഷ്യരും പറയുന്നുണ്ട് മറ്റെന്താണ് തവള വരും, ആമ വരും എന്നൊക്കെ പറഞ്ഞൊക്കെ പിള്ളേരെ പറ്റിക്കണേണ് കേട്ടോ. ഇവരതൊക്കെ നോക്കി അവിടെ നിൽക്കണേണ്. ഞാൻ പോകാമെന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മ ഇവർ ഇവിടുന്ന് വരില്ല കേട്ടോ. ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ടാണ് ഇത്. ഇവിടെ വന്നിങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. കാരണം ഇവിടെ അധികം ആൾക്കാരുണ്ടാവില്ല എപ്പോഴും. ആൾത്തറയിലൊക്കെ ഇരുന്ന് ഈ കുളമൊക്കെ കണ്ട്, പിന്നെ അതുപോലെ ജൂവിനാണ് ഈ പശുവിനെ കാണുന്നത്. അത് അങ്ങോട്ട് നോക്കി പശുമ്പ എന്നൊക്കെ വിളിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മടുക്കും. അപ്പോൾ ഞാൻ പറയുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് ഞാൻ എന്തേലും എല്ലാവരെയും കൂടി വലിച്ചു വെച്ചുകൊണ്ട് പോകണേ കേട്ടോ. പിന്നെ ഒരാളെ കാണാൻ പറ്റും. രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോഴാണ് ഭയങ്കര പിടപ്പ് കണ്ട. ജൂവിനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കില്ല, വീഴും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് അപ്പോഴേക്കും വീഴും. പിന്നെ ഇനി കുറച്ച് നേരത്തേക്ക് അടങ്ങിയിരിക്കും കേട്ടോ. ഇച്ചിരി നേരത്തേക്ക് ഉണ്ടാവുള്ളൂ അടക്കം. അതിപ്പോൾ ഞങ്ങളിതേ ഉള്ളിലേക്ക് കയറി ഇനിയിപ്പോയി നമുക്ക് വഴിപാടൊക്കെ മേടിക്കാനുള്ള ഉള്ളത്. അപ്പോൾ പായസം കഴിച്ചത് തീർന്നു പോയില്ലെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഭാഗ്യത്തിനാണ് ഈ പായസം കിട്ടും. അങ്ങനെ കിട്ടി. ഇനി ഇവർക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്താൽ നമുക്ക് പുറത്തേക്ക് പോകണം. എനിക്കാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്പലത്തിൽ പോയി ഇങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കണത്. എനിക്കാണെങ്കിൽ ഞാൻ തന്നെയാണ് തൊട്ട് കൊടുക്കേണ്ടത്. ഇവരെ കൊണ്ടൊന്നും കൊണ്ട് തൊടിയിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ പറയും ഞാൻ തൊട്ടായിരുന്നോളാം. അതിപ്പോൾ എനിക്ക് കറക്റ്റായി. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ മുഖം കാണിച്ചു തന്നോളും, ഞാനങ്ങ് തൊട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങണം. അവിടെ ഒരു കുളമുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ എന്തോ പണി നടക്കണേന്ന് തോന്നുന്നു. പൊട്ടിപ്പൊളിച്ചൊക്കെ ഇട്ടാണ്. അവിടെ നമുക്ക് ശരിക്കും ആമേനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് അങ്ങ് ഇറങ്ങാൻ പോണെയാണ്. ചിരിയൊക്കെ കണ്ട എന്താണ്ടൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതന്നെ നോക്കി നിന്നപ്പോഴത്തേക്കും ജാന പറയണതാണ് ഇതേ ആമ വന്നിട്ടുണ്ടെന്നൊക്കെ പറയണത്. പക്ഷേ ഇതിൽ നിറച്ച അഴുക്കായതുകൊണ്ടില്ലേ ആമേതാണെന്ന് പോലും അറിയാൻ പറ്റില്ല നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ ഇരിക്കണേണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ജൂവും കൂടി പോയി സദ്യ തീർന്നു എന്ന് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും ടോക്കൺ കിട്ടി. അവിടെ ടോക്കൺ ഉണ്ട് കേട്ടോ. ഫുഡ് തീരാറായി നമുക്ക് കിട്ടില്ല, ടോക്കൺ കിട്ടില്ല. അങ്ങനെ ആ ഫുഡൊക്കെ കിട്ടി. കറിയൊക്കെ പക്ഷേ തീർന്നായിരുന്നു കേട്ടോ. ഒലത്ത് കറി അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളത് വെച്ച് ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാൻ. എന്നെ അറിയണവർക്കൊക്കെ അറിയാം ഞാൻ അമ്പലത്തിൽ എവിടെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ പോകും. കാരണം നമ്മുടെ പരിസരത്തുള്ള അമ്പലത്തിലൊക്കെ. അങ്ങനെ ഞങ്ങളിതേ പോയി
ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും തൃപ്തിയൊക്കെയാണ്. അങ്ങനെ അതേ ഞാൻ കണ്ട എൻ്റെ പ്ലേറ്റ് കണ്ട നല്ല വൃത്തിയാക്കി വെക്കും ജാനിക്കുട്ടി ആദ്യമേ തന്നെ ആ സൈഡിലൊരു പായസം ഉണ്ടാവും കേട്ടോ, അതാണ് ആദ്യം തന്നെ കഴിക്കണത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പിന്നെ ഇന്ദപ്പുള്ളിക്ക് ഫുഡൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഓടിച്ചാടി നടന്നാൽ മതി. കണ്ട ജൂ ഇങ്ങനെ മാറി നടക്കുകയുള്ളൂ, ഫുഡിൻ്റെ ഭാഗത്തിട്ടേ വരില്ല, ഫുഡേ വേണ്ടെന്നുള്ള ഭാവത്തിലാണ് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി പോണേണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓടി നടക്കാനാണ്. കണ്ട ഈ കായലിൻ്റെ അടുത്ത് നിൽക്കുക, കുറച്ച് ഫോട്ടോ എടുക്കുക, പിന്നെ അവിടെയൊക്കെ പോയി നിന്ന് ഇങ്ങനെ ജൂവായിട്ട് കളിക്കുക, അതൊക്കെയാണ്. പക്ഷെ ഭയങ്കര വെയിലായിപ്പോയി ഞങ്ങൾ ആ സമയമായപ്പോഴത്തേക്ക്. ഇപ്പോൾ കറക്റ്റ് 12 മണി ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ആ ആമയുടെ രൂപം കണ്ട അത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കണതാണ്. അതാണ് ഞാൻ എടുത്തത്. കാരണം ഈ അമ്പലത്തിലൊക്കെ വരാത്തവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവണേന്ന് ഓർത്ത് ഞാൻ എടുത്തതാണ്. അങ്ങനെ വന്നതേ കായലിയിട്ട് നോക്കിയപ്പോൾ സൈഡിലൊക്കെ നിറച്ച് അഴുക്കൊക്കെ ഇങ്ങനെ അടുങ്ങിയൊക്കെയാണ് കേട്ടോ. ഒരു ചെറിയ രീതിയിൽ സ്മെല്ലും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിൽക്കാനുള്ള വലിയ മൂടൊക്കെ പോയി നമുക്ക്. എന്നാൽ പിന്നെ ഭയങ്കര വെയിലും. എന്നാൽ പിന്നെ നമുക്ക് പോകാമെന്നുള്ള മൈൻഡായി. അപ്പം ഞാൻ എന്നെ നോക്കണുണ്ട്, പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത നോട്ടമാണ് നോക്കണത്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.